ഇരുവൃക്കകളും തകരാറിലായ മാനു എന്ന അഷ്റഫിന്റെ ചികിത്സയ്ക്കായി നാടൊരുമിക്കുന്നു. തിരൂർ ആലിങ്ങൽ സ്വദേശി മുട്ടിക്കൽ കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ മകൻ മാനു എന്ന അഷ്റഫിന്റെ 2 വൃക്കകളും തകരാറിലായിട്ട് 1.5 വർഷക്കാലമായി ചികിത്സയിൽ കഴിയുകയാണ്. നിർധന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു 34-കാരനായ മാനു. ആലിങ്ങൽ അങ്ങാടിയിൽ ഓട്ടോ ഓടിച്ച് തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനുള്ള ഓട്ടത്തിനിടയിലാണ് ഈ അസുഖം പിടിപെടുന്നത്. മാനുവിന്റെ 30 വയസ്സുള്ള അനിയനും മറ്റൊരു അപകടം പറ്റി കിടപ്പിലാണ്. വാർദ്ധക്യ സഹജമായ അസുഖബാധിതനായ തന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താങ്ങും തണലുമാകേണ്ട 2 മക്കളും അസുഖബാധിതരായതോടെ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ കുടുംബം. ഈ കുടുംബത്തെ സഹായിക്കാനും മാനു എന്ന അഷ്റഫിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഭാരിച്ച സാമ്പത്തിക ചിലവ് വരുന്നുണ്ട്. അഷ്റഫിന്റെ വൃക്ക മാറ്റിവെക്കുന്നതിന് 40 ലക്ഷം രൂപയിലധികം ചിലവ് വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്രയും പണം കണ്ടെത്തി തങ്ങളുടെ നാട്ടുകാരനായ സഹോദരനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മാനുവിന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും. അതിനായി എല്ലാ തരത്തിലുമുള്ള സഹായം അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാർ. പ്രശസ്ത സാമൂഹിക പ്രവർത്തകൻ നാസർ മാനുവിന്റെ നേതൃത്വത്തിൽ ഈ കുടുംബത്തിന്റെ വീട് സന്ദർശിക്കുകയും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി കുടുംബത്തിന്റെ പ്രയാസങ്ങൾ പൊതുസമൂഹത്തെ അറിയിച്ച് പണം കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ്. ആ ഉമ്മ ചോദിച്ച ചോദ്യമുണ്ട്, എന്റെ കുട്ടികളെ എനിക്ക് തിരിച്ചു തരൂലേ? ഞാൻ അള്ളഹാനോട് അത്രയും കരഞ്ഞ് പറയുന്നുണ്ട്. അത് പടച്ചവനെ വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. വയസ്സായ 2 ഉമ്മയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഷ്റഫ് മാനു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സാമ്പത്തികം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇതിനായി ഇന്നലെ അഷ്റഫിന്റെ വീട്ടിൽ സഹായഹസ്തവുമായി ഒട്ടനവധി പേർ ഒത്തുകൂടി. ഇവർക്ക് പിന്തുണയുമായി തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP അബ്ദുൽ ഫുക്കാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P കുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷാജഹാൻ, വാർഡ് മെമ്പർ ഫാത്തിമത്ത് സുഹറ തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ മതസംഘടനാ നേതാക്കളായ M മുസ്തഫ ഹാജി, ഉണ്ണി ഹാജി, സദത്ത് നാലകത്ത്, ഓട്ടോ തൊഴിലാളി ഭാരവാഹികൾ, മഹല്ല് ഖത്തീബ് യൂസഫ് മന്നാനി, മാനുവിന്റെ അധ്യാപകർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുകയാണ്. മാനു എന്ന അഷ്റഫിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും അഭ്യർത്ഥിക്കുകയാണിവർ. നാട്ടുകാരുടെ ഈ ഉദ്യമത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന മാനുവിനും കുടുംബത്തിനും സഹായം നൽകുക എന്നത് നമ്മുടെ കടമയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന മാനു ചികിത്സാ സഹായ അഭ്യർത്ഥനകൾ പരമാവധി സമൂഹത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മാനുവിന് ചികിത്സാ സഹായം നൽകാൻ താല്പര്യമുള്ളവർ ചുവടെ കാണിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാനു എന്ന അഷ്റഫ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. നാടിന്റെ ഉദ്യമം വിജയിക്കട്ടെ. എല്ലാ പിന്തുണയുമായി ന്യൂസ് ലൈവും കൂടെയുണ്ട്. ദ ന്യൂസ് ലൈവ്, ആലിങ്ങൽ.